ഞാൻ ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു അർത്ഥം കണ്ടു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. നമ്മൾ സാധാരണ എപ്പോഴും ഓതാറുള്ള സൂറത്തുർ റഹ്മാൻ, വശംസു വൽ ഖമറു ബിഹുസ്ബാൻ. നേർക്ക് നേരെ അതിന്റെ അർത്ഥം പറയാ, സൂര്യനും ചന്ദ്രനും നിശ്ചിത കണക്കനുസരിച്ചാണ് പോകുന്നത് എന്ന. ഹിസാബ് എന്ന വാക്കിന്റെ അർത്ഥം കണക്ക്. ഗൾഫിൽ പോയാൽ അക്കൗണ്ടന്റിന് മുഹാസിബ് എന്നാ പറയാം. നമ്മളെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയ പെട്ടി ഉണ്ടല്ലോ, അതിന് കമ്പ്യൂട്ടർ, അതിന് ഹാസൂബ് എന്നാണ് പറയുക. നാളെ ആഖിറത്തിലെത്തുമ്പോൾ നമ്മളൊക്കെ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ കണക്ക് പടച്ചവൻ ചോദിക്കും, അതിന് ഹിസാബ് എടുക്കും എന്നാണ് പറയുക. ഹിസാബ് എന്ന വാക്കിൽ നിന്നാണ് അടിസ്ഥാനപരമായ ഹുസ്ബാൻ വന്നത്. അതുകൊണ്ട് സൂര്യനും ചന്ദ്രനും നിശ്ചിതമായ കണക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആധുനിക ശാസ്ത്രം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ നിങ്ങൾ ഖുർആനും ശാസ്ത്രം എന്നുള്ളൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കല്ല പോകുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു അതിന് ഒരർത്ഥം കൂടി കൊടുത്തു. സൂറത്തുൽ കഹ്ഫിലെ 40-ാമത്തെ ആയത്തിൽ ഹുസ്ബാൻ എന്ന വാക്ക് വന്നിട്ടുണ്ട്. അവിടെ ഹുസ്ബാൻ എന്ന വാക്കിന് അല്ലാഹു തആല അർത്ഥം കൽപ്പിച്ചിട്ടുള്ളത് മുഫസ്സിരീങ്ങൾ ഏകകണ്ഠമായി പറയുന്നു, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശിക്ഷ, അല്ലെങ്കിൽ ഒരു ദുരന്തം, അല്ലെങ്കിൽ ഒരു നാശം, അല്ലെങ്കിൽ ഒരു ഇല്ലായ്മ, ഒരു ദുരിതം എന്നൊക്കെ. ഹലാക്ക് എന്നാണ് അറബിയിൽ മുഫസ്സിരീങ്ങൾ അർത്ഥം കൊടുത്തത്. അപ്പൊ വശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും നിശ്ചിത കണക്കനുസരിച്ചാണ് ചലിക്കുന്നത്, അത് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്ന അതേ ആയത്തിന്റെ അടുത്ത് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വശംസു വൽ ഖമറു ബിഹുസ്ബാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൂര്യനും ചന്ദ്രനും നിശ്ചിത തോതിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഞാനൊക്കെ ഓതുന്ന കാലത്ത് ഇത് കണ്ടിരുന്നു. പക്ഷെ ഇതെങ്ങനെ മനുഷ്യന്മാരോട് പറയാ, നമുക്കത് അറിയില്ല. ഇതെങ്ങനെയാണ് മനുഷ്യരോട് പറഞ്ഞു കൊടുക്കേണ്ടത് അറിയില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നമ്മളോട്, അൻസിലിന്നാസ മനാസിലഹും, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ലെവലിൽ നിന്ന് വേണം സംസാരിക്കാൻ. അവർക്കറിയാത്ത, അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവരോട് പറയാൻ പാടില്ല. അറബി ഭാഷയിൽ ഒരു കാര്യത്തിന് സാഹിത്യം എന്നതിന്, സാഹിത്യം എന്ന വില തരണമെങ്കിൽ, അതിന് സാഹിത്യമായി എന്ന വാക്ക്, അതിന് സാഹിത്യ പ്രയോഗം എന്ന അംഗീകാരം കിട്ടണമെങ്കിൽ തന്നെ മുക്തദൽ ഹാൽ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിനോട് യോജിക്കുന്ന പദമാകണം. ഇല്ലെങ്കിൽ അതിന് സാഹിത്യം എന്ന് പറയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഖുർആൻ ഹലാക്ക്, സൂര്യനും ചന്ദ്രനും ഹലാക്ക് നേരിടുന്നു എന്ന് അവിടെ അർത്ഥം പറഞ്ഞത് എന്ന് കുറെ ആലോചിച്ചു. പിന്നെ എനിക്കിപ്പോഴും ഒരു ശീലമുണ്ട്, സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന സയൻസിന്റെ പുസ്തകങ്ങളെല്ലാം ഞാൻ വാങ്ങും. സിലബസ് മാറിയാലൊക്കെ വാങ്ങും, വായിക്കും, പഠിക്കും. അതെനിക്കൊരു ഇഷ്ടമുള്ള കാര്യം. സയൻസിനോട് എനിക്ക് വലിയ താല്പര്യമാണ്. പക്ഷെ ഞാൻ പഠിച്ചു വന്നതൊക്കെ ഹ്യൂമാനിറ്റീസും ഭാഷയും ഇംഗ്ലീഷ് ലിറ്ററേച്ചറും, അങ്ങനെയാണ് എൻ്റെ ഫീൽഡൊക്കെ വന്നത്. അത് എൻ്റെ മതപഠനത്തിന് കൂടുതൽ സൗകര്യം അതാണ് എന്നതുകൊണ്ട് എനിക്ക് സയൻസ് പഠിക്കാൻ അവസരം ഉണ്ടായിട്ടത് വേണ്ടെന്ന് വെച്ച് ഞാൻ ഈ മേഖലയിലേക്ക് വന്നത്. പക്ഷെ ഞാൻ ശാസ്ത്ര പുസ്തകങ്ങൾ എപ്പോഴും വായിക്കാറുണ്ട്. അതിലെന്നെ അത്ഭുതപ്പെടുത്തിയുള്ളൊരു കാര്യം, നമ്മുടെ ഭൂമിയുടെ 71% വെള്ളമാണ്, ബാക്കിയുള്ള ഭാഗമാണ് കര. 2 ഭാഗം വെള്ളവും ബാക്കി കരയുമാണ്. അങ്ങനെ ഒരു സംഗതി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ തന്നെ ഇത് ഉണ്ടാക്കിയത് ആരാണെങ്കിലും ആ ആളുടെ വൈബല്യം, ആ കഴിവ് നമുക്ക് മനസ്സിലാവും. നിങ്ങളുടെ കയ്യിൽ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് മണ്ണും തന്നാൽ അതുകൊണ്ടൊരു പന്തുണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ പന്തിന്റെ രൂപത്തിൽ അത് നിലനിർത്താൻ കഴിയും. അത് നിലനിർത്താൻ വേണ്ടി ഇവിടെ ഒരു നിയമം അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറയുന്നൊരു, ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നൊരു ബലം കൊടുത്തിരിക്കുക. അങ്ങനെ അതിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ വിഷയം അതല്ല, സൂര്യനെ കുറിച്ച് വായിച്ചതാണ് ഞാൻ പറയുന്നത്. ഭൂമിയിൽ 3/2 ഭാഗം വെള്ളമാണെന്ന് പറഞ്ഞതുപോലെ സൂര്യനിൽ 3/2 ഭാഗം ഹൈഡ്രജൻ, 71% ഹൈഡ്രജനാണ്, ബാക്കി ഭാഗം ഹീലിയമാണ്. 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് 1 ഹീലിയമാകുന്ന പ്രക്രിയ സൂര്യനിൽ നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ലോസ് ഓഫ് മാസ്, പിണ്ഡനഷ്ടമാണ് നമുക്ക് കിട്ടുന്ന വെളിച്ചവും നമുക്ക് കിട്ടുന്ന താപവും എന്നാണ് സയൻസ് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു ബിസ്ക്കറ്റ് എടുക്കും. ഒരു ബിസ്ക്കറ്റ് സാധാരണ നമ്മൾ തിന്നാനെടുക്കുന്ന ഒരു ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റ് നമ്മളൊരു സ്വർണം തൂക്കണ ത്രാസിൽ വെച്ച് തൂക്കാന്ന് വിചാരിക്കും. ആദ്യം അതിൻ്റെ അളവ് എഴുതി,
ഇനി ഈ ബിസ്ക്കറ്റ് നമ്മൾ പൊട്ടിക്കാം. പൊട്ടിച്ചിട്ട് ഈ 2 പീസും ഒരുമിച്ച് വെച്ച് നമ്മൾ തൂക്കിയാൽ ആദ്യത്തെ തൂക്കം ഈ തൂക്കം തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്, വളരെ നേരിയ വ്യത്യാസം. എന്താ അതിന്റെ കാരണം? പൊട്ടിച്ചപ്പോൾ കുറച്ച് പൊടി നഷ്ടമായി അല്ലേ? ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത അത്ര ചെറുതായിരിക്കും. അതുകൊണ്ട് കുറേ ബിസ്ക്കറ്റ് ഒരുമിച്ച് പൊട്ടിച്ചാലേ ചിലപ്പോൾ നമ്മൾ പറയുന്ന ഈ പരീക്ഷണം നമുക്ക് ബോധ്യപ്പെടാവുന്ന വിധത്തിലുണ്ടാകും. ഇതാണ് സൂര്യനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂര്യനിൽ 4 ഹൈഡ്രജൻ ആറ്റം ചേർന്ന് ഒരു ഹീലിയം ആറ്റമായിട്ട് അറ്റോമിക് ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ബിസ്ക്കറ്റ് പൊട്ടിച്ചപ്പോൾ ചാടിയതുപോലെ ഒരല്പം പിണ്ഡത്തിന്റെ നഷ്ടമുണ്ടാകും. ആ നഷ്ടപ്പെട്ട പിണ്ഡമാണ് നമ്മൾ പ്രകാശമായും ഊർജമായും താപമായും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞത്. അഥവാ സൂര്യനിലുണ്ടാകുന്ന ഹലാക്കാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വെളിച്ചവും നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന താപവും. ബഹുമാനപ്പെട്ട അനേകം മുഫസ്സിരീങ്ങൾ ഇതേ അർത്ഥം കൊടുത്തതിനെ വിശദീകരിച്ചു. ശാസ്ത്രം പറയുന്നത് 4.6 ബില്യൺ വർഷമായിട്ട് സൂര്യൻ ഇങ്ങനെ ഇവിടെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുവെന്ന്. അതിന്റെ അർത്ഥം എന്താ പറയുന്നത്? 4.6 ബില്യൺ വർഷമായി സൂര്യന്റെ പിണ്ഡത്തിൽ ചോർച്ച സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ ചോർച്ചയാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന താപവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഊർജവും എന്നാണ് ശാസ്ത്രം. ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ, നമ്മൾ ഫുൾ ടാങ്ക് എണ്ണ അടിച്ച ഒരു വാഹനം മുന്നോട്ട് പോകുന്തോറും അതിന്റെ എണ്ണ കുറഞ്ഞു വരുന്നത് പോലെ സൂര്യനിലെ ഹൈഡ്രജന്റെ ലെവൽ ഇങ്ങനെ താഴ്ന്ന് 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 വരുന്നു എന്നതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വെളിച്ചവും ചൂടും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വശംസു വൽ ഖമറു ബിഹുസ്ബാൻ. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇതാണ് പരിശുദ്ധമായ ഖുർആന്റെ സ്വഭാവം. ബഹുമാനപ്പെട്ട അൽ ഖാദി എന്ന പേരിൽ ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധനായ 4-ാം നൂറ്റാണ്ടിലെ എല്ലാ ഉലമാഇന്റെയും നേതാവായ 4-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് സന്തോഷത്തോടു കൂടി വിളിച്ചിട്ടുള്ള വലിയ മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഖാദി അബൂബക്കർ അൽ ബാഖിലാനി റഹിമഹുല്ലാഹ്. ഒരു തരത്തിലുള്ള ഭൗതികമായ തമ്പുരാക്കന്മാരുടെ കീഴിലും തലകുനിക്കില്ലെന്നും രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ തലകുനിക്കില്ലെന്നും തീരുമാനിച്ച മഹാനുഭാവനായ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്. രാജാവിന്റെ മുമ്പിലേക്ക് വിളിച്ചാൽ അദ്ദേഹം വരൂല. പാരിതോഷികം തരാം, അവാർഡ് തരാം, അതിനൊന്നും മൂപ്പറ കിട്ടൂല. ഒരു ദിവസം രാജാവ് ഒരു മസ്അല ചോദിക്കാനാന്ന് പറഞ്ഞിട്ട് വിളിപ്പിച്ചു. അങ്ങനെ ചോദിച്ചാൽ പിന്നെ ഇതിൽ ബാധ്യതയാണ്. രാഷ്ട്രം ഭരിക്കുന്ന ഒരു രാജാവിന് നിയമപരമായ വിഷയങ്ങളിൽ ഒരു ഉപദേശം കൊടുക്കാൻ ഒരു ആലിമിനെ വിളിച്ചാൽ ആ ആലിമിന് പോകൽ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ഖാദി അബൂബക്കർ അൽ ബാഖിലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നപ്പോ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? രാജാവ് കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ റൂമിൽ കയറി. ആ ചെറിയ റൂമിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ അതിന്റെ ഡോറ് ഉയരം കുറച്ച് താഴ്ന്ന വാതിൽക്കട്ടിലുള്ളത്. അപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴെങ്കിലും രാജാവിന്റെ മുമ്പിൽ അല്പം ഒന്ന് തല താഴ്ത്തട്ടെ എന്നാണ് അദ്ദേഹം കണക്ക് കൂട്ടിയത്. അങ്ങനെയെങ്കിലും രാജാവിന്റെ മുമ്പിൽ തലകുനിക്കണം, അതിന് അദ്ദേഹം തയ്യാറാകൂല എന്ന് അറിഞ്ഞതുകൊണ്ട്. പക്ഷെ ഖാദി അബൂബക്കർ ബാഖിലാനി തങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. മൂപ്പർ അവിടെ എത്തിയപ്പോൾ എന്താക്കിയെന്നറിയോ? നേരെ പുറംതിരിഞ്ഞു, എന്നിട്ടാണ് അകത്തേക്ക്. അപ്പൊ പിന്നെ ആദ്യത്തിനേക്കാളും വലിയ മാനക്കേടാ മറ്റാക്കണ്ടായ. ആ ഖാദി അബൂബക്കർ ബാഖിലാനി തങ്ങളോട് ഒരാൾ ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ മുഅ്ജിസാണെന്നും അത് ദസ്തൂറു ഹയാത്തി ദുനിയാ, ഐഹികമായ ജീവിതത്തിന് മനുഷ്യൻ പാലിക്കേണ്ട നിയമസംഹിതയാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് മനസ്സിലാക്കുക? പരിശുദ്ധമായ ഖുർആനിൽ തുടക്കം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ അവിടെ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത പലതും ഉണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങൾ പലതും ഞങ്ങളുടെ കാലത്ത് മനസ്സിലായതനുസരിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോ പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് എങ്ങനെയാണ് അതിന് വ്യാഖ്യാനം കൊടുക്കുക? ഇതാണ് ചോദ്യം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി, അല്ലാഹു തആല ഇത് പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ്. ഖുർആൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ഖുർആൻ അവസാനിച്ചു അന്നാസ്, തുടക്കം മുതൽ അവസാനം വരെ മനുഷ്യനെ പ്രമേയമാക്കി, മനുഷ്യന് വേണ്ടതെല്ലാം ചേർത്ത്, മനുഷ്യന് വേണ്ടാത്തതൊന്നും ഉൾപ്പെടുത്താതെ മനുഷ്യനെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന, കാലത്തിന്റെ, ദേശത്തിന്റെ, ഭാഷയുടെ, സമയത്തിന്റെ ഒരു പരിധികളും ബാധകമല്ലാതെ ഇറങ്ങിയതാണ് ഖുർആൻ. അതുകൊണ്ട് ഏത് കാലത്തുള്ള മനുഷ്യനും അവന്റെ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളുടെ 100% ബോധ്യമുള്ള മാനദണ്ഡങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ അവന്റെ ബുദ്ധിയോട് ചേർന്ന് നിൽക്കും പരിശുദ്ധമായ ഖുർആൻ. എന്നോട് ദീർഘമായി സംസാരിച്ച മതം വേണ്ട എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അയാൾ പറഞ്ഞു, ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഞങ്ങൾ നിരന്തരം ചോദിക്കുന്നതാണ്, ഇക്കാലം വരെ നിങ്ങളുടെ പക്ഷത്തു നിന്ന് മറുപടി വന്നിട്ടില്ല, എന്തുകൊണ്ട് ദൈവം ഉണ്ടെങ്കിൽ ശാസ്ത്രത്തിന് ഇക്കാലം വരെ ഈ കണ്ട പുരോഗതികളെല്ലാം നേടിയിട്ട് തെളിയിക്കാൻ പറ്റുന്നില്ല എന്ന ചോദ്യം. ശാസ്ത്രം എന്താ പഠിച്ചത്? ശാസ്ത്രം എന്തിനാണ് പഠിക്കുന്നത്? ഈ കാണുന്ന ഭൗതിക ലോകത്തിന്റെ സ്ട്രക്ചറും ബിഹേവിയറും എന്താണെന്നാണ് ശാസ്ത്രത്തിന്റെ പഠനം. ഒരു ഉദാഹരണം പറയാം. ഇത് സാംസങ് കമ്പനി ഉണ്ടാക്കിയൊരു മൊബൈലാണ്, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ. ഒരാള് എൻ്റെ അടുത്ത് ഇത് വാങ്ങി, ഫുള്ള് നുള്ളിപ്പറിച്ച് അതിൻ്റെ ഓരോ ഭാഗവും ചെക്ക് ചെയ്യും. മുഴുവൻ ഭാഗം ചെക്ക് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കിയ ഒരാൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നില്ല. അതുകൊണ്ട് ഈ മൊബൈൽ ആരും ഉണ്ടാക്കിയല്ല, തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവും? ഞാനും നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണ്, ടാബ്, ലാപ്ടോപ്പ്, വാച്ച്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റും ഓരോ ഭാഗവും മുറിച്ച് അതിന്റെ ഫുൾ മാന്തി പറിച്ച് പുറത്തെടുത്തു. അത് മുഴുവൻ നോക്കിയിട്ടും അതിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാക്കിയ ഒരാളെ കാണുന്നില്ല. അതുകൊണ്ട് ഇത് ആരുണ്ടാക്കാതെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ എന്തുമാതിരി വലിയ വിഡ്ഢിത്തമാണോ? അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കോണുകളും പഠിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വേറൊരു വിഷയമാണ്. പഠിക്കാൻ എല്ലാവിധ സംവിധാനങ്ങളെയും അവലംബിച്ച് ഞങ്ങൾ പരിശോധിച്ചിട്ടും ഇവിടെ എവിടെയും ഞങ്ങൾ ദൈവത്തിനെ കണ്ടില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ദൈവമില്ല. എന്താണ് ഇതിന്റെ യുക്തി? ഇനിയൊക്കെ പോട്ടെ, ഇപ്പോ ഈ വേദിയിൽ 2-3 മുത്താലിമുകൾക്ക് ഹിഫ്ള് പൂർത്തിയാക്കിയതിലുള്ള സന്തോഷത്തിൽ ക്യാഷ് അവാർഡും സമ്മാനവും കൊടുത്തു. ഈ സമ്മാനം കിട്ടിയ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? അല്ലേ? അല്ലാഹു തആല ആ സന്തോഷം ദുനിയാവിലും ആഖിറത്തിലും നിലനിർത്തി തരട്ടെ. അതിന് കാരണക്കാരായവർക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം കൊടുക്കട്ടെ. അതിന് സാക്ഷികളാകാൻ ഭാഗ്യം ലഭിച്ച നമുക്കും നമ്മളുമായി ദുആ കൊണ്ട് ബന്ധമുള്ള, ദുആ കൊണ്ട് കടപ്പാടുള്ള മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ആ ഭാഗ്യം നൽകട്ടെ. ഈ സന്തോഷം എവിടെയാ? നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ സന്തോഷം? സ്നേഹം, ഹാപ്പിനെസ് ഹോർമോണുകൾ ഉണ്ട് ഡോക്ടറെ അടുത്ത് പോയാൽ, അല്ലെങ്കിൽ ഒരു വിദഗ്ധനായ ഒരു പരീക്ഷണശാലയിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ശരീരത്തിൽ എത്ര ശതമാനം ഡോപ്പാമിൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വന്നപ്പോൾ എത്ര ശതമാനം അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ ഹോർമോൺ ടെസ്റ്റ് നടത്തി പറയാൻ പറ്റും. പക്ഷേ അത് നമുക്ക് സന്തോഷം ഉണ്ടായപ്പോൾ അതാണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സന്തോഷം എന്ന സാധനം എങ്ങനെ ഉണ്ടായത് എന്നല്ല, നമുക്ക് സന്തോഷം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ട ചില അടയാളങ്ങളുണ്ട്. അവന്റെ മുഖത്തൊരു പുഞ്ചിരി, അവന്റെ കണ്ണിലൊരു തിളക്കം, അവന്റെ മുഖത്ത് മുഖത്തിനൊരു വിശാലത, അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം. അതൊരു പ്രത്യക്ഷത്തിലുള്ള അടയാളമാണ്. എന്തിന്റെ? അവന്റെ മനസ്സിന്റെ ഉള്ളിൽ അവൻ അനുഭവിച്ച സന്തോഷത്തിന്റെ, അവനോട് പ്രകടിപ്പിച്ച സ്നേഹത്തിന്റെ ആ ഒരു സാധ്യതയിലുള്ള ആ ഒരു താലോലം, ഒരു വേദിയിൽ കിട്ടുന്ന ഒരു അംഗീകാരം, ഒരു ആദരവ്, അതിലുള്ള ഉള്ളിലുള്ള ഒരു സന്തോഷത്തിന്റെ ബഹിർസ്ഫുരണങ്ങൾ മുഖത്ത് പ്രകടമാകുന്നത് പോലെ ഒരാൾ ലാബിൽ കൊണ്ടുപോയാൽ അയാളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുള്ള ഹാപ്പിനെസ് ഹോർമോണുകൾ ഇന്നതെല്ലാം ഇത്ര തോതിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. എന്തിനാണ് ആ സന്തോഷിച്ചത് എന്ന് മനസ്സിലാകുമോ? എവിടെ വെച്ചിട്ടാണ് ആ സന്തോഷം ഉണ്ടായതെന്ന് മനസ്സിലാകുമോ? ഇതൊന്നും ലാബിൽ തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് കാര്യമാണ് ലാബിൽ തെളിയിക്കാൻ പറ്റുന്നുണ്ട്? ഇപ്പോ ഈ സാധനം ഉള്ളതുകൊണ്ട് ഇപ്പൊ ടൈം അറിയാൻ ഈ സാധനം നോക്കിയാൽ, ഇതിൽ നോക്കിയാൽ സമയം അറിയാം. ഈ ക്ലോക്ക് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റും, സമയം നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റും. സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? സമയത്തെക്കുറിച്ച് ഞാൻ ഈ അടുത്ത് വായിച്ച ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആ വിഷയത്തിൽ ഇറങ്ങിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ട്
വായിച്ചു തുടങ്ങുമ്പോൾ ഉള്ളതിനേക്കാളും കൺഫ്യൂഷൻ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്നോട് ദേഷ്യം പിടിക്കരുത്. കാരണം ഞാനിത് എഴുതി തുടങ്ങുമ്പോൾ ഉള്ളതിനേക്കാളും വലിയ കൺഫ്യൂഷനിലാണ് ഞാനിത് എഴുതി അവസാനിപ്പിച്ചപ്പോൾ ഞാനുള്ളത്. എൻ്റെ കയ്യിലുണ്ട് ആ പുസ്തകം, PDF ഉണ്ട്. ഈ ഒരു വേദിയിൽ ഇംഗ്ലീഷിലുള്ള വാചകങ്ങൾ കുറേ നോക്കി വായിക്കുന്നതിൽ പ്രസക്തിയില്ലെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വായിക്കാതിരിക്കുകയാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താണ് മനുഷ്യൻ എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അളക്കാൻ പലതരത്തിലുള്ള മാപിനികൾ മനുഷ്യൻ നിർമ്മിച്ചു. സമയമുണ്ട്, സമയമില്ല, പല രീതിയിൽ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു. സമയത്തിന്റെ ആപേക്ഷികത്വം പല രീതിയിൽ നമ്മൾ അനുഭവിച്ചു. ഏതോ ഒരു സ്ഥലത്തേക്ക് ധൃതി പിടിച്ച് പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞാൽ 1:55 വരേണ്ട ബസ് വരും. 1:50 നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും 1:55 വരുന്ന ബസ് 1:55 തന്നെ വരുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ ഞാൻ കാത്തു നിൽക്കുമ്പോൾ മാത്രം ബസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബസ് തന്നെ. പ്രത്യേകിച്ച് നമുക്ക് ഇത്തിരി ഒരു അർജന്റ് ഉണ്ടെങ്കിലോ അപ്പൊ പിന്നെ പറയും വേണ്ട, നമ്മൾ വരുന്ന വണ്ടിക്കൊക്കെ കൈ കാണിക്കും, അതൊന്നും നിർത്തൂല. എന്നാലും പറയും എന്ത് ഞാൻ പോകാൻ ഇറങ്ങിയാലും. എന്തുകൊണ്ടാ? സമയത്തിന് നിശ്ചിതമായി അളക്കാൻ നമുക്കൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ആപേക്ഷികമായി അനുഭവപ്പെടുന്നു. പറയാനറിയില്ല എന്താണ് സമയമെന്ന്. ഫിലോസഫിക്കലായി അതിന് നൽകപ്പെട്ടുള്ള എല്ലാ ഡെഫിനിഷനുകളും വഴിമാറി നിൽക്കുകയാണ്. ഇപ്പോഴും സമയം എന്തെന്ന് അറിയുന്നില്ല എന്ന ഉത്തരത്തിലേക്ക് സമയത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ എത്തി നിൽക്കുകയാണ്. എന്നിട്ട് സമയമില്ല എന്ന് നമ്മൾ പറയും. നമ്മൾ ഉദ്ദേശിച്ച അത്ര ഗ്യാപ്പ് നമുക്ക് കിട്ടിയില്ല എന്നുള്ള അർത്ഥം. സമയം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. രാത്രി നല്ല സ്വപ്നം കണ്ടു. സുബിയാകുമ്പോ ഞാൻ ദർശനം ഓതുന്ന കാലത്ത് ഒരു ദിവസം നാട്ടിൽ വന്നതാണ്. അപ്പൊ നാട്ടിൽ വന്നപ്പോൾ പള്ളിയിൽ ഉസ്താദിന് വീട്ടിൽ നിന്ന് ചായ കൊണ്ടേ കൊടുക്കുന്ന പരിപാടി ഞാൻ പോയി. അപ്പൊ ഞാനാണ് പോവാ. അപ്പൊ ഉസ്താദിന്റെ പിന്നെ ഒരു 11-11 കാലമായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉസ്താദ് വാതിൽ മുട്ടി നോക്കി. അപ്പോ ഉസ്താദിന്റെ കാലിങ്ങനെ ഡോറിങ്ങനെ കുറച്ച് തുറന്നപ്പോൾ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ ഡോറിങ്ങനെ തുറന്നു നോക്കി. അപ്പൊ ഉസ്താദ് കൈകൊണ്ട് ഇങ്ങനെ ആങ്ങും കാട്ടുണ്ട് അങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചു ചായ അവിടെ വെച്ചോന്നാ പറഞ്ഞത്. അപ്പം ഞാൻ എല്ലാം അവിടെ വെച്ചിട്ട് ഉറക്ക് സ്വീപ്പാക്കണ്ടെന്ന് ചോദിച്ചാൽ പുറത്ത് വന്ന് ഹൗലിൻ്റെ അടുത്ത് വെച്ചപ്പോൾ ഉസ്താദിൻ്റെ ബാക്കിൽ ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഉറക്ക് പോകല്ലേ എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ കളഞ്ഞു. മനസ്സിലായി? ഞങ്ങൾ ഒരു സ്വപ്നമൊക്കെ നല്ല സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ആ സമയം പോയത് നമ്മൾ അറിയില്ല. മൂപ്പര് പിന്നെ ഉണർന്ന് നോക്കുമ്പോൾ ബാങ്ക് കൊടുക്കാൻ ആകെ 20 മിനിറ്റേ ഉള്ളൂ. ഇത്രയും സമയമായി പോയെന്ന് മൂപ്പര് അപ്പളാ ബേജാറാവുന്നത്. നല്ല സ്വപ്നങ്ങൾ കണ്ട. എന്നാൽ രാത്രി 2 മണിക്കൊരു പേടിക്കുന്ന സ്വപ്നം കണ്ട് ഞെട്ടിയണോണ്ടെന്നാലോ നമ്മൾ പിന്നീട് ഉറക്കം വരില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വന്തം 2:20 ആയിട്ടുള്ളൂ, പിന്നെയും ചൊറിഞ്ഞ് തിരിഞ്ഞും പറഞ്ഞ് കുറേ നേരം ഒരുപാട് സമയമായി രീതിയിൽ പിന്നെ നമ്മൾ സമയം നോക്കുമ്പോൾ സമയം എത്ര? 2:24. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളെ കുറിച്ച് പഠിക്കാൻ ഇന്ന് ശാസ്ത്രത്തിന് ശാഖയുണ്ട്. എന്നിട്ട് സമയം എന്ന് പറയുന്ന പ്രതിഭാസം എന്താണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്ന് പറയാൻ കഴിയാതെ ശാസ്ത്രം കുഴങ്ങി നിൽക്കുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത, നമ്മൾ അളന്നിട്ടില്ലാത്ത, നമ്മൾ നുള്ളിപ്പറിച്ച് നോക്കിയിട്ടില്ലാത്ത സമയം എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അതുകൊണ്ട് നമ്മൾ കാണാത്ത ഒരു ദൈവം, നമ്മൾ അറിയാത്ത ഒരു ദൈവം, നമ്മൾ മനസ്സിലാക്കാത്ത ഒരു ദൈവം, എന്തിനാണ് ആ ദൈവത്തിന്റെ നിയമം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിയമമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് സമ്മതിക്കുന്ന മനുഷ്യൻ, എനിക്ക് നിയമം ഉണ്ടാക്കാൻ അറിയാം, ഉസ്താദിനറിയാം, ഈ ഇരിക്കുന്ന മനുഷ്യനറിയാം, ഇപ്പുറത്തിരിക്കുന്ന ഓരോരുത്തർക്കും അവനവൻ്റെ ബുദ്ധിയും അവനവൻ്റെ പരിചയം വെച്ച് നിയമങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ആ നിയമങ്ങൾക്ക് മറ്റു മനുഷ്യരെ ഉൾക്കൊള്ളുന്നതിന് പരിമിതി ഉണ്ടാകും. എൻ്റെ അറിവും എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ സാമൂഹികാനുഭവങ്ങളും എൻ്റെ ജീവിതാനുഭവങ്ങളും എന്നെ സ്വാധീനിച്ചവരുടെ ഇടപെടലുകളും എല്ലാം കൂടി ചേർന്നിട്ട് എനിക്കുണ്ടാക്കാൻ പറ്റുന്നതേ മാക്സിമം എനിക്കുണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് ലോകത്തുള്ള ഏത് നിയമ സംവിധാനങ്ങൾ എടുത്തു നോക്കിയാലും മനുഷ്യർ അതിനെ യഥോചിതം ഇങ്ങനെ പരിഷ്കരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പരിഷ്കരിക്കുന്ന ഒരു ഇലാസ്തികതയില്ലാത്ത നിയമത്തിനെ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ 7-ാം നൂറ്റാണ്ടിൽ AD 610 സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചു കിട്ടിയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ 14 നൂറ്റാണ്ട് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് എത്തുമ്പോഴും ഇന്നും മനുഷ്യൻ നേരിടുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യാൻ പറ്റുന്ന, അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന ഒരു വേദഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനെ നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ചാണ് അത് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതിനോട് നിങ്ങൾ എത്രത്തോണ്ടാണ് അതിനോട് അടുത്തത്, അതിനനുസരിച്ചാണ് അത് ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുന്നത്.